ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് തെലങ്കാനയിൽ വിവിധ പരിപാടികളെ അഭിസംബോധന ചെയ്യും. ആലപ്പുഴ പുന്നമടക്കായലിൽ വള്ളംകളി ആവേശത്തിന് തുടക്കം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. പ്രകൃതി സംരക്ഷണം ജീവിതശൈലിയുടെ ഭാഗമാക്കണമെന്ന് മന്ത്രി GR അനിൽ. ലോക ഹരിത ഉപഭോക്തൃ ദിനാചരണം മന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. പേവിഷബാധ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് പേവിഷബാധ ദിനാചരണവുമായി ലോകം. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് കാലിക്കറ്റ് FC കണ്ണൂർ വാരിയേഴ്സ് FCയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു തെലങ്കാനയിൽ നൽസാർ യൂണിവേഴ്സിറ്റി ഓഫ് ലോയുടെ 21ാമത് ബിരുദദാന ചടങ്ങിനെ അല്പസമയത്തിൽ അഭിസംബോധന ചെയ്യും. സെക്കന്ദരാബാദിലെ രാഷ്ട്രപതി നിലയത്തിൽ സംഘടിപ്പിക്കുന്ന ഭാരതീയ കലാ മഹോത്സവിന്റെ ഉദ്ഘാടനവും ശ്രീമതി മുർമു ഇന്ന് നിർവഹിക്കും. 8 ദിവസം നീണ്ടുനിൽക്കുന്ന കലാമഹോത്സവത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കല, സംസ്കാരം, കരകൌശല വസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 114ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും പരിപാടി തത്സമയം കേൾക്കാവുന്നതാണ്. തുടർന്ന് പരിപാടിയുടെ മലയാളം പരിഭാഷയും ഉണ്ടായിരിക്കും. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന് നാടിന്റെ വിട. മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കലുള്ള വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, KB ഗണേഷ് കുമാർ, MK രാഘവൻ MP, KK രമ MLA, AP അബ്ദുള്ളക്കുട്ടി, പാണക്കാട് സാദിഖലി തങ്ങൾ തുടങ്ങിയവരും അന്ത്യോപചാരമർപ്പിച്ചു. അർജുന്റെ കുടുംബത്തിന് കർണാടകയുടെ ധനസഹായമായി 5 ലക്ഷം രൂപയും വ്യക്തിപരമായി 1 ലക്ഷം രൂപയും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ കൈമാറി. ആലപ്പുഴ പുന്നമടക്കായലിൽ വള്ളംകളി ആവേശത്തിന് തുടക്കം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ചെറുവള്ളങ്ങളുടെ പ്രാഥമികതല മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മന്ത്രി PA മുഹമ്മദ് റിയാസ് ജലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. 74 വള്ളങ്ങളാണ് ഇത്തവണ നെഹ്റു ട്രോഫിയിൽ മാറ്റുരയ്ക്കുന്നത്. ജലപൂരത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി R രവികുമാർ. പുന്നമടക്കായലിന്റെ ഇരുകരകളും ജനസാഗരമായി. രാവിലെ 11:30യോടെയാണ് ചെറുവള്ളങ്ങളുടെ പ്രാഥമിക തല മത്സരം തുടങ്ങിയത്. മത്സരം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾ മുന്നേ ഗാലറികൾ നിറഞ്ഞു കവിഞ്ഞു. ഇരുട്ടുകുത്തി C വിഭാഗത്തിൽ 14 വള്ളങ്ങളും B ഗ്രേഡ് വിഭാഗത്തിൽ 16 വള്ളങ്ങളും മത്സരിച്ചു. വെപ്പ് A ഗ്രേഡ് വിഭാഗത്തിൽ 7 വള്ളങ്ങളും മത്സരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ജലരാജാക്കന്മാരായ ചുണ്ടന്മാർ രംഗത്തിറങ്ങുന്നത്. 19 ചുണ്ടന്മാരാണ് നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ പോരിനിറങ്ങുന്നത്. മത്സരം ദൂരദർശനും ആകാശവാണിയും തത്സമയ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ശുചിത്വപൂർണമായ ജീവിത സാഹചര്യം ഉറപ്പാക്കുകയും പരിസ്ഥിതിക്ക് യോജിച്ച ജീവിതശൈലി കെട്ടിപ്പടുക്കുകയുമാണ് മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഒക്ടോബർ 2-ന് കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് മുന്നോടിയായി നടത്തിയ ശുചീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതോടെ സമഗ്ര കൊട്ടാരക്കരയുടെ ഭാഗമായി പുലമൺ തോട് ശുചീകരണ നവീകരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമാകും. മാലിന്യമുക്ത നവകേരളം ജനകീയമാക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ എല്ലാ കോളേജുകളിലേക്കും ഗ്രീൻ ബ്രിഗേഡ് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തീരുമാനം. ഒക്ടോബർ 31-നകം ഉദ്ഘാടനം സംഘടിപ്പിക്കും. ഗ്രീൻ ബ്രിഗേഡുകളുടെ നേതൃത്വത്തിൽ LP UP സ്കൂളുകളിൽ ശുചിത്വോത്സവം ഉൾപ്പെടെ സംഘടിപ്പിക്കും. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 2 മുതൽ 6 മാസക്കാലം നീണ്ടുനിൽക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പരിപാടികൾ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി GR അനിൽ. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ലോക ഹരിത ഉപഭോക്തൃ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രകൃതി സംരക്ഷണം എന്നത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയോ വനം സംരക്ഷിക്കുകയോ മാത്രമല്ല, അത് ശ്രദ്ധാപൂർവം ജീവിതശൈലിയുടെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കണം. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടുമ്പോൾ പ്രകൃതി പ്രതികരിക്കുന്നു. അത് തടുക്കാനും ചെറുക്കാനും സാധ്യമല്ലാത്ത അവസ്ഥ വരികയാണ്. അതാണ് ഏറ്റവും അവസാനം നമ്മയെല്ലാം ദുഃഖത്തിലാഴ്ത്തിയ വയനാട് ദുരന്തം സംഭവിച്ചതും കാലാവസ്ഥാ മാറ്റങ്ങളെ അവയുടെ ദൂഷ്യഫലങ്ങൾ പരമാവധി കുറയ്ക്കേണ്ടതിന്റെയും ആവശ്യകത മനസ്സിലാക്കി നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ജൈവ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് പറഞ്ഞ മന്ത്രി ഹരിത കർമ്മസേനയുടെ പ്രവർത്തനത്തെ പ്രശംസിച്ചു.
വസ്തുക്കളുടെ പുനരുൽപാദനവും പുനരുപയോഗവും മിതമായ ഉപയോഗവും സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുക, ഹരിത ഉപഭോക്തൃ സംസ്കാരം വളർത്തിയെടുക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി എം.ആർ. അജിത് കുമാറിനെ മാറ്റണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആശയങ്ങളെ എതിർക്കുന്നത് ആശയം കൊണ്ടാണെന്ന് പി.വി. അൻവർ എം.എൽ.എ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീ ബിനോയ് വിശ്വം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇന്ന് ലോക പേവിഷബാധ ദിനം. പേവിഷബാധ തടയുന്നതിനുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനും രോഗത്തെ ഉന്മൂലനം ചെയ്യുന്നതിനുമുള്ള ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 28-ന് ലോക പേവിഷബാധ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. പേവിഷബാധ പ്രതിരോധത്തിലെ അതിരുകൾ മറികടക്കുകയാണ് ഈ വർഷത്തെ ദിനാചരണം ലക്ഷ്യമിടുന്നത്. ഇന്നലെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ MSCയുടെ നീളം കൂടിയ രണ്ടാമത്തെ മദർഷിപ്പായ അന്ന തിങ്കളാഴ്ചയോടെ ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് മടങ്ങും. കപ്പലിൽ നിന്ന് 6000-ഓളം കണ്ടെയ്നറുകൾ തുറമുഖത്തിറക്കുകയും തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30-ന്റെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പാസ്പോർട്ട് അപേക്ഷകളുടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് കേരളത്തിൽ ആദ്യമായി മൊബൈൽ പാസ്പോർട്ട് വാൻ സജ്ജമായി. വയനാട് ജില്ലയിലാണ് ഈ സംവിധാനം ആദ്യം ഉപയോഗപ്പെടുത്തുന്നത്. ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് ഇന്നും നാളെയും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് പ്രത്യേക പാസ്പോർട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ പാസ്പോർട്ടുകൾ നഷ്ടപ്പെട്ട 100-ലധികം ആളുകൾക്കാണ് 2 ദിവസത്തെ ക്യാമ്പിലൂടെ പാസ്പോർട്ടുകൾ നൽകുക. വയനാട് ജില്ലയിൽ ആദ്യമായാണ് മൊബൈൽ പാസ്പോർട്ട് വാൻ എത്തുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പാസ്പോർട്ടുകൾ നഷ്ടപ്പെട്ടവർക്കും പ്രദേശത്തെ പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ക്യാമ്പിലൂടെ പാസ്പോർട്ടുകൾ ലഭ്യമാകും. ഈ പദ്ധതി തങ്ങൾക്ക് ഏറെ ഗുണകരമായതായും നാട്ടുകാർ പറയുന്നു. തുടർന്നും വിദൂര മേഖലയിലും ഉൾനാടൻ പ്രദേശത്തും താമസിക്കുന്നവർക്ക് യാത്രാ ദുരിതം കുറയ്ക്കാനായി ഈ പാസ്പോർട്ട് വാൻ ഗ്രാമീണ മേഖലയിലുണ്ടാകും. സൂപ്പർ ലീഗ് കേരളയുടെ 5ാം റൌണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ന് രാത്രി 7:30-ന് കോഴിക്കോട് നടക്കുന്ന മത്സരത്തിൽ കാലിക്കറ്റ് FC കണ്ണൂർ വാരിയേഴ്സ് FCയുമായി ഏറ്റുമുട്ടും. 4ാം റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഇന്നലെ തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ ഫോഴ്സ കൊച്ചി വിജയിച്ചു. ലീഗിൽ കൊച്ചിയുടെ ആദ്യ വിജയമാണിത്. ഇതോടെ കൊച്ചിയും തിരുവനന്തപുരവും 5 പോയിന്റ് വീതം നേടി. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ FC ജംഷഡ്പൂർ FCയെ നേരിടും. രാത്രി 7:30-ന് ബംഗളൂരുവിൽ നടക്കുന്ന 2ാം മത്സരത്തിൽ ബംഗളൂരു FC മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും. വാട്ടർ അതോറിറ്റിയുടെ അരുവിക്കര ജലശുദ്ധീകരണശാലയിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. കോവളം മാരത്തണുമായി ബന്ധപ്പെട്ട് നാളെ കോവളം മുതൽ ശംഖുമുഖം വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പുലർച്ചെ 2 മുതൽ രാവിലെ 10 വരെ കോവളം കഴക്കൂട്ടം ബൈപ്പാസിലാണ് നിയന്ത്രണം. കോവളം മുതൽ പരുത്തിക്കുഴി വരെ പ്രധാന റോഡിലും പരുത്തിക്കുഴി മുതൽ ചാക്ക വരെയുള്ള ബൈപ്പാസ് സർവീസ് റോഡിലും ചാക്ക മുതൽ ശംഖുമുഖം ഡൊമസ്റ്റിക് എയർപോർട്ട് വരെയും ഇടതുവശത്തെ പാതയിലുമാണ് നിയന്ത്രണമുണ്ടാകുക. വിമാനത്താവളത്തിലേക്ക് വരുന്നവർ യാത്ര ക്രമീകരിക്കണമെന്ന് സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. കൊച്ചി റിഫൈനറിയുടെ പെട്രോളിയം പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലി നടക്കുന്നതിനാൽ എറണാകുളം ദർബാർ ഹാൾ റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ജോസ് ജംഗ്ഷൻ ഭാഗത്തുനിന്നും ദർബാർ ഹാൾ റോഡ് വഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് തെലങ്കാനയിൽ വിവിധ പരിപാടികളെ അഭിസംബോധന ചെയ്യും. ആലപ്പുഴ പുന്നമടക്കായലിൽ വള്ളംകളി ആവേശത്തിന് തുടക്കം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. പ്രകൃതി സംരക്ഷണം ജീവിതശൈലിയുടെ ഭാഗമാക്കണമെന്ന് മന്ത്രി GR അനിൽ. ലോക ഹരിത ഉപഭോക്തൃ ദിനാചരണം മന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. പേവിഷബാധ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് പേവിഷബാധ ദിനാചരണവുമായി ലോകം. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് കാലിക്കറ്റ് FC കണ്ണൂർ വാരിയേഴ്സ് FCയുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.